എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കറി ഇതാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് ഔഷധ പാവയ്ക്കായങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ ഔഷധ പാവൽ ഞാനൊന്ന് കാണിക്കാം. നിങ്ങളിത് കണ്ടോ? ഇതെൻ്റെ ഈ മുറ്റത്ത് തന്നെ ഉണ്ടായി വന്നൊരു ഔഷധപ്പാവൽ. പറമ്പിക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ പറമ്പിൽ ഇപ്പോൾ ഔഷധപ്പാവലായതുകൊണ്ടും കളയാൻ കഴിയില്ലാത്തത് കൊണ്ടും അതിനെ ഞാൻ ഈ മുറ്റത്തുനിന്ന് ഇതൊക്കെ ആദ്യം ഉണ്ടായി വന്ന വള്ളികളാണ്, അതൊക്കെ കരിഞ്ഞു പോയി. അപ്പോഴത്തേനും ഒരു പൂച്ചെടി ഇലച്ചെടി നിന്ന ചട്ടിയാണ്. ആ ചട്ടി എടുത്തുകൊണ്ടുവന്ന് ആ പാവലിൻ്റെ അടുത്തോട്ട് വെച്ചിട്ട് ആ കയറ്റി വിട്ടതാണ്. അപ്പം നോക്കി അത് കയറി ഒരു ചീനി ഒരു ചെടി ഇലച്ചെടി ഉണ്ടായിരുന്നു. അത് കാണത്തില്ലാത്ത പോലെ ആ പാവൽ വളർന്ന് നിൽപ്പുണ്ട്. ഇതെന്ന് എനിക്കിന്നൊരു 10-15 ഇതുപോലത്തെ പാവയ്ക്ക കിട്ടി കേട്ടോ. അപ്പോൾ ഇതെല്ലാം അതുകൊണ്ട് കാണാനില്ല. അത് പറിക്കുന്നതിന് മുമ്പിൽ വീഡിയോ എടുക്കാനും പറിക്കുന്ന വീഡിയോ എടുക്കാനും ഞാൻ ഓർത്തില്ല. പക്ഷേ ഇതിലെ പൂവുണ്ടോ? ഉണ്ടോ? കായ്കളുണ്ടായി നിൽപ്പുണ്ട്. ഇതുണ്ടോ? ഇതൊരെണ്ണം. ഇത് ഇഷ്ടം പോലെ ഉണ്ടാവും. നിലത്തോടെ കിടക്കണമെങ്കിൽ അത് നല്ല മെത്ത പോലെ കിടക്കും. അതൊക്കെ മറിച്ചിട്ടിട്ട് അതിൻ്റെ ചുവട്ടിൽ നിന്ന് നമുക്ക് കായ്കൾ പറിച്ചെടുത്താൽ മതി. അതേപോലെ ഉണ്ടാകും. ഇതിന് ഒരു കുരുവൊക്കെ കാണുള്ളൂ ഈ പാവയ്ക്കകത്ത്. ചെറിയ കുരുവാണ്. ഈ കുരു പൊട്ടിച്ച് കാണിക്കണ്ടോ? ഇത് ചെറിയ കുരുവാണ്. ഇതിനകത്ത് 3 കുരുവുണ്ട്. ചിലതിനകത്ത് ഒരു കുരുവേ കാണുള്ളൂ. ഇത് തന്നെ കുറേ പാവയ്ക്ക എല്ലാ വർഷവും പഴുത്തു പോകും. എന്നിട്ട് പറമ്പിൽ ഉണ്ടായി വരും. അതുകൊണ്ട് നടുവൊന്നും വേണ്ട. ആ കുരുവിന് കറുപ്പ് നിറമൊന്നും ഇല്ല. കണ്ടോ? ഒരു നല്ല മൂത്ത തന്നെ പാവൽ നിന്ന് പഴുത്ത പാവയ്ക്കായ. അതിൻ്റെ കനം കണ്ടോ? മുട്ടത്തോടിൻ്റെ കനമുള്ളൂ പാവയ്ക്കായ്ക്ക്. കൂട്ടൊരു 100 അരിഞ്ഞാലേ നമുക്കൊരു കറി വെക്കാൻ കിട്ടുള്ളൂ. ഇതിപ്പോൾ രണ്ട് പാവലുകളിൽ നിന്നായിട്ട് കിട്ടിയ ഔഷധ പാവയ്ക്കകളാണ്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് നമ്മുടെ ആ കറുത്ത പാവയ്ക്ക കയ്പം പാവയ്ക്കായും 2 കിട്ടി. അപ്പോൾ എനിക്ക് അതുപോലത്തെ 2 കിട്ടുവാണെങ്കിൽ അതിൻ്റെ കൂടെ ഇതും കൂടെ ചേർത്ത് നമുക്ക് കറി വെക്കാം. ഈ ഔഷധ പാവയ്ക്ക തന്നെ ഈ പാവയ്ക്ക ഇതേപോലെ കിട്ടുവാണെങ്കിൽ അച്ചാറിട്ടിട്ടുണ്ട് ഞാൻ. ഇതൊന്നും ചെയ്യല. അതിൻ്റെ ഞെട്ടും പാലും കളഞ്ഞിട്ട് അച്ചാറിടും, പച്ച പിഞ്ച്. അപ്പോൾ അവസാനം അത് കൂട്ടുമ്പം കുരു കടി കൊള്ളുന്നതാണെങ്കിൽ എടുത്ത് കളഞ്ഞേക്കണം, അത്രേ ഉള്ളൂ. അരിഞ്ഞൊക്കെ അച്ചാറിടാനൊക്കെ പാടാം. ഇതിന് തീരെ കനക്കുറവാണ്. അതുകൊണ്ട് ഇത് കറി വെക്കാൻ പാടും. എമൗണ്ട് ഒട്ടും കിട്ടില്ല അരിഞ്ഞ് വരുമ്പോൾ. അപ്പോൾ ബാക്കിയുള്ള ഇത് ഔഷധ ഗുണമുള്ളതായതുകൊണ്ട് വേറെ പാവയ്ക്കയുടെ കൂടെ ചേർത്ത് നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ പാവയ്ക്കയൊക്കെ എവിടെയെങ്കിലും കുരുവൊക്കെ കിട്ടുവാണെങ്കിൽ നടണം കേട്ടോ. പൂച്ചെടിക്ക് അതൊക്കെ നട്ടാലും മതി. പൂച്ചെടിയൊക്കെയൊക്കെ കയറി കിടന്നുള്ളൂ. നല്ല ഒത്തിരി പടർന്നും ഉണ്ടാകും. ഒരു 2-3 കുരു നട്ടാൽ ഇഷ്ടംപോലെ ഉണ്ടാകും. നമുക്കത് പറിച്ച് ബാക്കി പാവയ്ക്കയുടെ കൂടെ ഇട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും പച്ചക്കറി ചേർത്തോ ഒക്കെ കറി വെക്കാം. ഞാനിവിടെ പാവയ്ക്ക അരിഞ്ഞെടുത്തു. ഇതുകൊണ്ടോ ഇത്രയും കുരു കിട്ടി. ഇത് അരി വെക്കും മുമ്പ് ഈ പാവയ്ക്ക എടുത്തിരുന്നെങ്കിൽ എനിക്കിത് അരിയാൻ ഇതിൻ്റെ 4-1 സമയം പോലും വേണ്ടായിരുന്നു. ഞാൻ ഒത്തിരി സമയം എടുത്ത് ഈ കുരുവെല്ലാം കളഞ്ഞരിഞ്ഞെടുത്തേ. ഇത് മറ്റായിരിക്കും പണ്ട് മഹർഷി പറഞ്ഞത്, അരി വെക്കും മുമ്പ് കറി വയ്ക്കണം എന്ന്. സമയലാഭം കിട്ടും, കിഡ്നിയും പോകുകയില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ഇത്ര ആകെ കിട്ടിയുള്ളൂ. അതിൻ്റെ കൂടെ ഒരു കാരറ്റിൻ്റെ കഷ്ണവും ചേർത്ത് 2 പച്ചമുളകും കൊച്ചുള്ളിയൊക്കെ ചേർത്ത് കറി വെക്കാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് എനിക്കൊരു 1/2 കിലോയ്ക്ക് ആകാം കാന്താരി മുളകും കിട്ടിയിട്ടുണ്ട്. അതിനെ മഴയൊക്കെ മാറിയത് കാരണം ഉണങ്ങി വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തേങ്ങ ചിരണ്ടി തിരിപ്പുണ്ട്, അതും എടുത്ത് ഉള്ളി അരിഞ്ഞിട്ട് ഇതിനെ നമുക്ക് കറിയാക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ട ഒരു പാവയ്ക്ക അരിഞ്ഞെടുത്തതിൻ്റെ ഒരു 1/3 കാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ടു. പിന്നെ പാവയ്ക്കയുടെ ഒപ്പം അളവിൽ തന്നെ എന്ന് പറഞ്ഞ പോലെ തേങ്ങ ചേർത്തിട്ടുണ്ട്. കയ്പുള്ളതല്ലേ, അപ്പോൾ തേങ്ങ ചേർത്തെങ്കിലേ ടേസ്റ്റ് വരുന്നുള്ളൂ. പിന്നെ കടുക് പൊട്ടിക്കുന്നൊന്നുമില്ല, എണ്ണ ചേർക്കുന്നില്ല. പിന്നെ കൊച്ചുള്ളി നന്നായിട്ട് ഇട്ടിട്ടുണ്ട്.
ഒരഞ്ചാറ് മുളക് ഇട്ടു. ഇനി ഇത് നമുക്ക് ഒരു ശകലം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി നോക്കാം. ആവശ്യത്തിന് തേങ്ങ ഉണ്ടോ? തേങ്ങ നന്നായിട്ട് കാണാൻ പാകത്തിന് തേങ്ങ വേണം, ഇല്ലെങ്കിൽ പാവയ്ക്ക കഴിക്കും. കൊണ്ട് അല്പം കൂടെ ആണേലും കുഴപ്പമില്ല. ഇനി ഒരു അര സ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. തീ കത്തിക്കാം. വാങ്ങാറാകുമ്പോഴത്തേനും അല്പം കറിവേപ്പിലയും ചേർക്കാം. തീ ആദ്യം കുറച്ചാണ് വെക്കുന്നത്. ആവി കയറിയിട്ട് വെള്ളം വരുന്നതനുസരിച്ച് തീ ക്രമീകരിച്ച് വേണം വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ പാവയ്ക്കയ്ക്ക് ചുവട്ടിൽ കരിഞ്ഞു പോകും, വേകാതിരിക്കും. ഇങ്ങനെ അതുകൊണ്ട് പാവയ്ക്ക അടുപ്പത്ത് വെച്ചാൽ അധികം വേവൊന്നും ഇല്ലാത്ത പച്ചക്കറിയല്ലേ, 2-3 മിനിറ്റ് കൊണ്ട് വെന്ത് കഴിയും. അപ്പോൾ അത്ര സമയം നമ്മൾ അടുപ്പുങ്കൽ തന്നെ ഒരു തവിയും പിടിച്ച് നിന്ന് ഇളക്കിക്കൊണ്ടും അതിൻ്റെ വെള്ളം വരുന്നതും ഒക്കെ ശ്രദ്ധിച്ചിരുന്നാൽ കറിയുടെ രുചി കൂടും. എൻ്റെ വല്യമ്മ പറയുമായിരുന്നു, പാവയ്ക്ക അടുപ്പ് വെച്ചാൽ ഉപ്പുനീരല്ലാതെ ഒന്നും ഒഴിക്കുകയില്ല, വാങ്ങാതെ അടുപ്പും കയന്ന് പോകുകയില്ലെന്ന്. അങ്ങനെയാണെങ്കിലേ കറിക്ക് ടേസ്റ്റ് കാണുള്ളൂ. അപ്പം തീ കത്തിച്ചിട്ടുണ്ട്, ചൂട് പിടിച്ച് വരട്ടെ. അപ്പം നമ്മുടെ പാവയ്ക്ക എന്തായെന്ന് നോക്കാം. കണ്ടോ, പാവയ്ക്ക പഴുത്തതായതുകൊണ്ട് അതിൻ്റെ കളർ മൊത്തം കാരറ്റ് വിട്ടു, പഴുത്ത പാവയ്ക്കായും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പാവയ്ക്ക തന്നെ ഒരു മഞ്ഞ നിറത്തിലായിരിക്കണേ. വെന്തിട്ടുണ്ട്. ഉപ്പ് പൊടി അല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചില്ല. കണ്ടോ, നല്ല സൂപ്പർ തോരനായിട്ടുണ്ട്. ആകെ 2 മിനിറ്റും എടുത്തുള്ളൂ. ആവി കയറി മുകളിൽ വരുമ്പോഴത്തേനും മൊത്തം വേകും. കടുക് പൊട്ടിച്ചിട്ട് എണ്ണയ്ക്കകത്തിട്ടിട്ട് ഇളക്കുന്നതിനെക്കാട്ടിലൊക്കെ സൂപ്പറായിട്ട് കറിക്ക് നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പം നമുക്കിനി തീ വേണമെങ്കിൽ ഓഫാക്കാം. ഈ തവി ഇട്ടങ്ങ് മൂടി വെച്ചാൽ മതി. തീ ഓഫാക്കി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആർക്കെങ്കിലും പാവയ്ക്കയുടെ കുരു വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അടുത്തുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഞാൻ തരാം. ഔഷധപ്പാവലല്ലേ, എല്ലാവരും ഒക്കെ ഒന്ന് കൊണ്ടുപോയി ഒരു പൂച്ചെടിയുടെ ഇടയ്ക്കൊക്കെ കൊണ്ടുപോയിട്ടാലും മതി, ഒരു ചട്ടിക്കകത്ത് നട്ടാലും മതി. ഒട്ടും സ്ഥലമൊന്നും വേണ്ട, ഇച്ചിരി വെളിച്ചം വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ പാവയ്ക്കക്കുരു എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ വീട്ടിൽ നട്ടുപിടിപ്പിക്കുക. ആരോഗ്യത്തോടെ ഇരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.